ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി യൂട്യൂബ് ചാനൽ. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ ഒരു തങ്കത്തോണിയുടെ ഗിവ് അവേ ഗിഫ്റ്റിനെ പറ്റിയാണ് കേട്ടോ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇത് ആക്ച്വലി എൻ്റെ കൂടെ ഇപ്പോൾ ദുബായിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി നമ്മൾ ഒരു ചെറിയ ചാനലാണ് നമുക്കുള്ളത്, എന്നാലും നമ്മൾ ഒരുപാട് ഗിവ് അവേകൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ കൂട്ടത്തിൽ ഞാൻ നോർമലി കുറേ ഗിവ് അവേ നടത്തിയതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എക്സ്ട്രാ, അതായത് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസിൽ അത്രയും സപ്പോർട്ടും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 10 പേരെ ഞാൻ ചൂസ് ചെയ്തിട്ട് ആ ഒരു 10 പേരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ട് ഈ ഒരു തങ്കത്തോണി അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഗിവ് അവേയിൽ കമൻറ്റിൽ വരുന്ന ആൾക്കാരിൽ നിന്നല്ല, ഓവറോൾ നമ്മുടെ ചാനലിന് ത്രൂ ഔട്ട് കമൻ്റ് ഇട്ടും ലൈക്ക് അടിച്ചും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ, അങ്ങനെ ഒരു 10 പേരെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ബാക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു വീഡിയോ ആണത്, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എന്തിൻ്റെ ബേസിസിലാണ് ഈ ഒരു തങ്കത്തോണി നിങ്ങൾക്ക് തരാം എന്ന് ഞാൻ ആ ഒരു 10 ആൾക്കാരെ ഞാൻ ചൂസ് ചെയ്യാനുണ്ടായ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിവേ ഞാൻ പിന്നെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അതായത് നമ്മുടെ നോർമൽ ഗിവ് അവേക്ക് വിൻ ചെയ്ത ആ 3 ആൾക്കാരെയും പ്ലസ് ഈ ഒരു തങ്കത്തോണി വിൻ ചെയ്ത ആൾക്കാരെയും ഞാൻ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ തങ്കത്തോണി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നസീറ സഹാദ് എന്ന് പറയുന്ന ഒരു ഐഡിയിലുള്ളൊരു ലേഡിയാണ്. ഓക്കെ, അപ്പോൾ അവരാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് ആ ഒരു ഐഡിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഹോൾ ഡേ വെയിറ്റ് ചെയ്തു. ഓക്കെ, 29th ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്തത്. അപ്പം 30ാം തീയതിക്ക് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോൾ ഡേ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ദുബായിലേക്ക് തിരിച്ച് കയറുന്ന ദിവസമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ഗിവ് അവേ ഗിഫ്റ്റ് ഞാൻ കൊണ്ടുപോയി കൊറിയർ ഓഫീസിൽ കൊടുക്കുകയും അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇൻസ്റ്റഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം, കാരണം എനിക്ക് നിങ്ങളുടെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അതിൽ ഈ ഒരു തങ്കത്തോണി വിൻ ചെയ്ത നസീറ സഹാദ് എന്ന് പറയുന്ന ആള് ഇതാ, ഞാൻ സ്ക്രീൻഷോട്ട്സ് എല്ലാം ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുക കേട്ടോ. നിങ്ങളത് കുത്തിയിരുന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നസീറ സഹാദ് എനിക്ക് ഫേസ്ബുക്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നസീറ സഹാദ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജന്നത്താനോട് ചോദിക്കൂ, ജന്നത്ത് എനിക്ക് ഗിവ് അവേക്ക് ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്, അഡ്രസ്സ് പുള്ളിക്കാരുടെ നിന്ന് മേടിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ജന്ന ഓൾറെഡി ഫ്ലൈറ്റിൽ ഇരിക്കുവാണ്. ഓക്കെ, എനിക്ക് അവളുടെ അടുത്തുനിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം ഞാൻ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഷോപ്പിംഗ്, പെട്ടുകെട്ടൽ, പിന്നെ എനിക്കൊരു കുഞ്ഞു ബേബി ഉണ്ട്. ഞാൻ എൻ്റെ ബേബിനെയും കൊണ്ട് ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് UAE-ലാണുള്ളത്. അപ്പോൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യാത്ര പറച്ചിലുണ്ടാവും, ആൾക്കാർ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടാവും, എനിക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണം, ലാസ്റ്റ് മൊമെൻറ്റിൽ വാങ്ങേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും, അങ്ങോട്ട് പോകാനുള്ള സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ടാവും, പറക്കി വെക്കാനുണ്ടാവും, അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാണ് ഗൾഫിൽ പോകുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാം. ഓക്കെ, ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പറ്റി ജനലിൽ ഇവരുടെ എനിക്ക് അതിനുള്ള നേരമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. എനിവേ, ഞാനപ്പോൾ ഇവർക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത് പോലെ തന്നെ താഴെ അവർ മെസ്സഞ്ചർ ഓപ്പൺ ആക്കി ഇട്ടിട്ടില്ല. എനിക്ക് തിരിച്ച് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എനിവേ, ഞാൻ എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇവർ ഈ ഒരു ഐഡിയ ആയിട്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ളൊരു മീൻസ് വേറൊരു ഒരു സാമ്യവും ഇല്ലാത്തൊരു പേരിൽ ഒരു ഐഡിയിൽ നിന്ന് ആണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിനകത്ത് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇവരാണ് ആ ഒരു നസീറ സഹാദ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നസീറ സഹാദ് എന്നല്ല ആ ഒരു ഐഡിയുടെ പേരെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. കാരണം ഞാൻ ഫസ്റ്റ് ഗിവ് അവേ നടത്തിയപ്പോഴും അതിനകത്തുണ്ടായിരുന്ന 3 വിന്നേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്തപ്പം അത് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന്
അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തോ ആ ഒരു പേര് സിമിലർ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചോദിച്ചു. 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒന്നുമല്ല, അവരിട്ട കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട്, അവരുടെ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട്, എന്നെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവരുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നാണോ അവരത് ക്ലിക്ക് ചെയ്തത്, അതോ അവരുടെ അക്കൗണ്ട് എടുത്ത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്തതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ത്രൂ ഔട്ട് പിന്നെ ബാക്കിയുള്ള ഗീവ് അവേയിലൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ നസീറ സഹാദിനോട് പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു 3 വെരിഫിക്കേഷൻ എനിക്ക് അയച്ചു തരൂ. കാരണം ഇത് അവരാണോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് വെരിഫിക്കേഷൻ എനിക്ക് അയച്ചു തരൂ, ഒപ്പം അഡ്രസ്സ് അയച്ചു തരൂ. ഞാൻ എന്നിട്ടിരുന്ന് മിസ് കോൾ അടി. ഇൻസ്റ്റഗ്രാമിൽ, അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇങ്ങനെ ത്രൂ ഔട്ട് കോൾ അടിക്കുന്നുണ്ട്. അവർ കാരണം 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി, 4 മണിക്കൂറായി, മണിക്കൂറോളമായിട്ടും അവർ റെസ്പോണ്ട് ചെയ്തില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു, ഈ തങ്കത്തോണി ഞാൻ കൊണ്ടുപോയിട്ട് കൊറിയർ ഓഫീസിൽ കൊടുത്തിട്ട്, എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരാണേ, ഞാനവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട്, കാരണം ഞാൻ നാട്ടിൽ അങ്ങനെ അധികം നിൽക്കാറില്ല, അതുകൊണ്ട് എനിക്ക് പരിചയമില്ല. ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടുമ്പം ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ നിങ്ങളിത് അയക്കുമോ? അവർ പറഞ്ഞു, ഒരു ദിവസം ഞങ്ങൾ ഹോൾഡ് ചെയ്യാം, ഒരു ദിവസത്തിൽ കൂടുതൽ ഞങ്ങൾക്കിവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല മാം, കാരണം ഇതിനെന്തെങ്കിലും നമ്മളതിന് ഉത്തരവാദിത്വം എടുക്കത്തില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. ഓക്കെ, സെറ്റ്, ഒരു ദിവസം നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതി, നാളെ ഞാൻ ട്രാവൽ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തായാലും കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമായിട്ടും എനിക്കതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ദിവസം ഞാൻ ട്രാവൽ ചെയ്യുന്നതിൻ്റെ അന്ന്, ഞാൻ ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു, ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ. ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊറിയർ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊറിയർ ഓഫീസിൽ വിളിക്കുന്നതിന് മുന്നേ ഞാൻ രണ്ടാമതൊരു വിന്നറിനെ ചൂസ് ചെയ്തു. അത് പിന്നെ ഷോർട്സ് ആയിട്ട് എടുക്കാനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കമൻ്റ് ഇട്ടിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു ഗിവ് അവേ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സാഹി വ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിനെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട്, ഞാൻ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്ന് കോൺടാക്ട് ചെയ്യുമോ പറഞ്ഞിട്ട് അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ അവർ കോൺടാക്ട് ചെയ്യുമ്പം അവരെനിക്ക് അഡ്രസ്സ് തന്നു. അഡ്രസ്സ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അപ്പം തന്നെ അഡ്രസ്സ് അയച്ചു തരുമ്പോൾ അത് UAE അഡ്രസ്സാണ്, ദുബായിലെ അഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊന്നും കൂടെ എളുപ്പമായി. ഞാൻ വിചാരിച്ചു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു തങ്കത്തോണി അവർക്ക് കൊടുക്കുന്നത് എനിക്ക് എളുപ്പമാണ്. മറ്റൊരു റെസ്പോണ്ട് ചെയ്തില്ല, അവർ ഇന്നും കൂടെ മറ്റേ കൊറിയർ ഓഫീസിൽ ഇത് ഹോൾഡ് ചെയ്യത്തുള്ളൂ, ഞാൻ ഇന്ന് പോവുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇടയിൽ എനിക്ക് ഷോർട്സ് ഇടാൻ, ഈ ഒരു വിന്നറിനെ നമ്മൾ മാറ്റിയത് എനിക്ക് പറയാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നില്ല ഞാൻ, കാരണം ഞാൻ അന്ന് ട്രാവൽ ചെയ്യുകയാണല്ലോ. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്നിട്ട് ആ കൊറിയർ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ഓട്ടോറിക്ഷ അങ്ങോട്ട് പറഞ്ഞു വിടാം, ആ ഓട്ടോയ്ക്കകത്ത് ഈ ഒരു സാധനം തിരിച്ചു കൊടുത്തയക്കുമോ, ഇതിൻ്റെ ലൊക്കേഷൻ ഇതിൻ്റെ അഡ്രസ്സ് കിട്ടിയപ്പോൾ അത് വേറൊരു UAE അഡ്രസ്സാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരത് എനിക്ക് കൊടുത്തു വിട്ടു. ഞാൻ എന്നിട്ട് ഓട്ടോ കാശും കൊടുത്തു, ഓട്ടോയെ പറഞ്ഞു വിട്ടു. ഓക്കെ, അപ്പം അത്രയും റിസ്ക് എടുത്തിട്ട് ഞാനൊരു കാര്യം ചെയ്യാണ്. ഓക്കെ, എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് UAE എത്തിയപ്പം എന്നിട്ട് ഞാൻ അന്ന് തന്നെ ഈ നസീറ സഹാദിനെ അറിയിക്കണമല്ലോ. കാരണം ഇൻസ്റ്റഗ്രാമിൽ അവർ വേറൊരു ID നിന്ന് മെസ്സേജ് അയക്കുന്നു, ഫേസ്ബുക്കിൽ ഇതിനായിട്ട് യാതൊരുവിധ സാമ്യമില്ലാത്ത വേറൊരു പേരിലുള്ള ID നിന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ ഏതിൽ പറഞ്ഞ് ഇവർ തന്നെയാണോ എന്ന് എനിക്ക് യാതൊരുവിധ ഉറപ്പുണ്ടായിരുന്നില്ല. എന്നിട്ട് അവസാനം അവർ യൂട്യൂബിൽ കമൻ്റ് ഇട്ടതിൻ്റെ അടിയിൽ ഞാൻ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെ ഞങ്ങൾ വിന്നറിനെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, നിങ്ങൾ മെസ്സേജസിനൊന്നും റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടാണ്, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് മെസ്സേജ് ഇട്ടതോടുകൂടി ഈ ഒരു സംഭവം വന്ന്. അതായത് ഈ ID ക്രിയേറ്റ് ചെയ്തിട്ട് വെറും 3 ദിവസമേ ആയിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു ഫേക്ക് ID വന്നിട്ട്, ഇല്ല കുട്ടിയെ പറ്റിച്ചത് വളരെ മോശമായിപ്പോയി, അങ്ങനെ ഇങ്ങനെ നിങ്ങൾ പറ്റിച്ചത് ശരിയായില്ല, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന പോലെ തന്നെ ആ ഫേക്ക് ID അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് ID ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല. ഫേക്ക് ID വന്നിട്ട് ഈ ഒരു മെസ്സേജ് വന്നു. പിന്നെ കഥകൾ അങ്ങോട്ട് മാറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജന്ന എന്ന് പറഞ്ഞിട്ട്,
യൂട്യൂബ് വ്ളോഗൊക്കെ ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരി എൻ്റെ കൂടെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ആ വീഡിയോയുടെ താഴെ വന്നിട്ട്, ഇത് നിങ്ങളുടെ ഫ്രണ്ടാണോ? ഷക്കീറ നിങ്ങളുടെ ഫ്രണ്ടാ? ഇവർ പറ്റിച്ച ആളാണ് കേട്ടോ, ഇവർ നമ്മളെ ചതിച്ചു, ഇവർ നമ്മളെ പറ്റിച്ചു. അപ്പോൾ ഈ വായിക്കുന്നവരെന്താ വിചാരിക്കുക? ഞാൻ അവരുടെ നിന്ന് കാശ് കടം വാങ്ങിച്ചോ, ഞാൻ എന്തേലും അവരെ പറഞ്ഞു പറ്റിച്ചോ എന്നൊക്കെ അല്ലേ വിചാരിക്കുക? ഒന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു ഗിവ് അവേ വിന്നറിനെ ഒന്ന് മാറ്റിപ്പിടിച്ചു. അത് അവരുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാനത് മാറ്റിപ്പിടിച്ചത്. അതല്ല അവരവിടെ ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഞാൻ ഈ ഒരു ഗിവ് അവേയുടെ സാധനങ്ങളും ഫുള്ള് UAE ഓരോ ഐറ്റംസും എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസ് ഞാൻ സെലക്ട് ചെയ്ത്, പിന്നെ അവിടെ നിന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. ഹസ്ബൻഡ് അതെനിക്ക് വാങ്ങിച്ച് വേറൊരാളുടെ കയ്യിൽ കൊടുത്ത് നാട്ടിലേക്ക് വിട്ടു. അവിടെ നിന്നാണ് ഞാൻ ഗിവ് അവേ കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഈ ഒരു സാധനം അയച്ചു തരുന്നത്. അതിൻ്റെ ആ ഒരു ജെനുവിനിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ അത്രയും ചെറിയ ചാനലാണ്. പക്ഷെ ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ നിലവാരം കുറഞ്ഞതോ കൊള്ളാത്തതോ അങ്ങനത്തെ ഒന്നുമല്ല. ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ട് വാങ്ങിച്ച ഗിഫ്റ്റുകളാണ് ഞാൻ നിങ്ങൾക്കത് കൊടുത്തു വിടുന്നത്. എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ഒരു ഹ്യൂജ് സപ്പോർട്ട് തരുമ്പോൾ എൻ്റെ കൈ കൊണ്ട് ഞാൻ അത്ര ഇഷ്ടത്തോടു കൂടി വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ എനിക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു തരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഗിവ് അവേ നടത്തുന്നത്. ഓക്കെ, അപ്പം അതിനെ ആ ഒരു അർത്ഥത്തിൽ കാണാണ്ട് അതിനെ വേറൊരു അർത്ഥത്തിൽ ഞാൻ ചതിച്ചു, ഞാൻ പറ്റിച്ചു. അപ്പോൾ ഇത് വായിക്കുന്നവരെന്താ വിചാരിക്കുക? നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക എന്നെപ്പറ്റി? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാനിപ്പോൾ ഈ ഗിവ് അവേ ഇനി നടത്തണമെന്ന് തന്നെ ആലോചിക്കാം. ഞാനിനി ഗിവ് അവേയുടെ പുതിയ കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു കമൻറ്റ് കണ്ടിട്ട് ഞാൻ ആകെ ഷോക്കായിപ്പോയി ഗൈസ്. ഞാനിനിയിപ്പം എന്താണ് ഇങ്ങനെയാണോ? നിങ്ങൾ ഓരോരുത്തരും ജസ്റ്റ് ഒരു ഗിവ് അവേയുടെ വിന്നറിനെ മാറ്റിയതിൻ്റെ പേരിൽ ആ വിന്നർ, കാരണം ആ നസീറ സഹാദ് എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് എനിക്ക് അത്രയും സ്വീറ്റ് ആയിട്ടുള്ള കമൻസ് ആണ് വന്നുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഭയങ്കര വലിയ ഫാനാണ്, ജന്നത്താടെയും ഷക്കീറത്താടെയും വീഡിയോ അല്ലാതെ ഞാൻ വേറെ ആരുടെയും വീഡിയോ കാണത്തില്ല, ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ ഗിവ് അവേയുടെ സാധനങ്ങൾ. അങ്ങനെ ഇട്ടൊരാൾ ഇങ്ങനെ പറയണമെങ്കിൽ എനിക്കറിയത്തില്ല എന്ത് പറയണമെന്ന്. എനിക്ക് റിയലി അറിയത്തില്ല. ഞാൻ ചെയ്തത് ഒരു മിസ്റ്റേക്കാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചെയ്തത് ഒരു മിസ്റ്റേക്കാണോ? നിങ്ങൾ തന്നെ പറയും, ഞാൻ ചെയ്തതൊരു മിസ്റ്റേക്കാണോ? എൻ്റെ പരിമിതികൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറൊരാളെ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് വേറൊരാളെ ചൂസ് ചെയ്തു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ ഈ ഗിവ് അവേ കൊടുത്ത ആൾക്കാർ ഈ വീഡിയോയുടെ താഴെ എന്തായാലും പ്രതികരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ ഗിവ് അവേ തന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. നിങ്ങളെനിക്ക് പേഴ്സണലി പരിചയമില്ല, നിങ്ങൾ ആരാന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിൻ്റെ പേരിൽ ഞാൻ റാൻഡമായിട്ട് ചൂസ് ചെയ്ത ആൾക്കാർക്കാണ് ആ ഒരു ഗിഫ്റ്റ് കൊടുത്തത്. അല്ലാന്ന് അവർ പറയട്ടെ. അതേപോലെ തന്നെയാണ് ഈ ഒരു നസീറ സഹാദിൻ്റെ പേര് വന്നതും. അതിലാണ് ആ കുട്ടി വന്നിട്ട് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടത്. ശരിക്കും ഞാൻ റിയലി തകർന്നു പോയി. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കുട്ടി. ദാറ്റ് ഈസ് റിയലി റോങ്, ദാറ്റ് ഈസ് ടോട്ടലി റോങ്. എനിവേ, ഞാൻ ഈ ഒരു സാഹിവ്യൂ എന്തായാലും UAE കാരണം ഈ ഒരു തങ്കത്തോണി ഞാൻ പുള്ളിക്കാരന് അല്ലെങ്കിൽ പുള്ളിക്കാരി എനിക്കറിയത്തില്ല. കാരണം എനിക്ക് ഫേസ്ബുക്കിൽ ആ ഐഡിയിൽ നിന്ന് വന്ന മെസ്സേജസ് ഒരു കുഞ്ഞിൻ്റെ വോയിസാണ് ആ ഐഡിയിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കുട്ടിയുടെ വോയിസ്. ഞാൻ വേണമെങ്കിൽ 1-2 വോയിസ് ഇവിടെ കേൾപ്പിക്കാം കേട്ടോ നിങ്ങളെ. അങ്ങനെ ഒരു ഐഡിയിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് പുള്ളിക്കാരനെന്ന് പറയണോ പുള്ളിക്കാരി എന്ന് പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് ദുബായിൽ കൊണ്ടുവന്ന് കൊടുക്കണം. ഞങ്ങളുള്ളത് ഷാർജയിലാണ് കേട്ടോ, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടായിരിക്കും പഠിച്ചോനത് വൈകിച്ചെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഗിവ് അവേ. കാരണം അങ്ങനെയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, കേൾപ്പിച്ചു തരാം ആ ഒരു കുട്ടിയുടെ മെസ്സേജസ്. അപ്പം നിങ്ങൾക്ക് വിശ്വാസമാവുമല്ലോ.
കണ്ട. അപ്പം അവർ പറഞ്ഞത്, ആ കുഞ്ഞ് പറഞ്ഞത്, അവരിപ്പോൾ ദുബായിൽ 3 month വിസിറ്റ് വിസയിൽ വന്നതാണ്, ഇത് കഴിഞ്ഞിട്ട് അവർ നാട്ടിൽ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എളുപ്പം ദുബായിൽ നിന്ന് ഈ ഗിവ് അവേ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് സമയമില്ല അവിടെ നിന്ന് കൊടുക്കാനായാലും, പിന്നെ അവരെ കാത്ത് 3 മാസം ഈ സാധനം അവിടെ വെച്ചിരിക്കാനും എനിക്ക് പറ്റത്തില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എനിവേ ഈ ഓപ്ഷൻ ബ്ലോക്കാണ്, കണ്ടോ? ഈ ഒരു ഓപ്ഷൻ ബ്ലോക്കാണ്. എനിക്ക് അവർക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കണം. നമ്മൾ വേറൊരു ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യവും അതേപോലെ ആ കുട്ടിക്ക് നല്ല വിഷമമായി എന്ന് ഫേക്ക് അക്കൗണ്ടിലൂടെ കമൻ്റ് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു വിഷമം മാറ്റാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാനിത് മനഃപൂർവ്വം നിങ്ങളെ തരണ്ടെന്ന് വിചാരിച്ചതല്ല, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.